ഓം ശാന്തി. ഞാൻ സംഗമയുഗി ബ്രഹ്മണ ആത്മാവാണ്. ഭൃഗുടി മധ്യത്തിൽ ഞാനൊരു ജ്യോതി പുഞ്ചമായി പ്രകാശിക്കുന്നു. ഞാൻ നിരാകാര ആത്മാവാണ്. ഈ കല്യാണകാരി സംഗമയുഗത്തിൽ പരംപിത ശിവബാബ ബ്രഹ്മ ശരീരത്തിൽ അവതരിച്ചിരിക്കുകയാണ്. ഈശ്വരീയ ജ്ഞാനം നൽകി എന്നെ മടിയിലെടുത്തു സ്വന്തം കുട്ടിയാക്കി. ഞാൻ ഈശ്വരൻ്റെ മടിയിലാണ്. ഈശ്വരൻ എന്നെ പഠിപ്പിക്കുന്നു, പാലന നൽകുന്നു. ഞാനിപ്പോൾ ആത്മീയ യാത്രയിലാണ്. എനിക്ക് ഈ പഴയ ലോകത്തെ ഉപേക്ഷിച്ച് തിരിച്ചു വീട്ടിലേക്ക് പോകണം. ബാബ ആത്മീയ ഗൈഡായി എൻ്റെ കൂടെയുണ്ട്. ഏകാഗ്രചിത്തതയോടെ ഞാൻ എൻ്റെ സത്യസ്വരൂപത്തെ കാണുകയാണ്. ഞാൻ ദേഹമല്ല, ആത്മാവാണ്, ഡിവൈൻ സ്റ്റാറാണ്. എൻ്റെ സത്യസ്വരൂപത്തെ അനുഭവം ചെയ്ത് ഞാൻ ദേഹബോധം പൂർണ്ണമായും മറക്കുന്നു. എനിക്ക് പഴയ ലോകത്തെ ഉപേക്ഷിക്കണം. ഇത് പരദേശമാണ്. ഇതിലെനിക്ക് എല്ലാം പഴയതിലും പഴയതായി കാണുന്നു. വ്യക്തി, വസ്തു സർവ്വതും ജഡീഭൂത അവസ്ഥയിലായിരിക്കുന്നു. ഈ ദേശത്തിലാണ്, ഈ ലോകത്തിലാണ് ബാബ വന്നിരിക്കുന്നത്. ബാബ വന്ന് എന്നിൽ സ്വദേശത്തിൻ്റെ സ്മൃതി ഉണർത്തി എന്നെ ബന്ധനമുക്തമാക്കി സമർത്ഥമാക്കി സ്വദേശത്തേക്ക് കൊണ്ടുപോകുകയാണ്. ഞാൻ സ്വദേശത്തേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നു. ഞാനിപ്പോൾ ബാബയുടെ കൂടെ ആത്മീയ യാത്ര ചെയ്യുന്നു. ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും മുക്തമാകുന്നു, സ്വതന്ത്രമാകുന്നു. ജ്യോതിയുടെ ദേശമായ പരമധാമത്തിൽ ഞാൻ ഡിവൈൻ സ്റ്റാർ തിളങ്ങുകയാണ്. എൻ്റെ കൂടെ സുപ്രീം സ്റ്റാർ ബാബ പ്രകാശിക്കുന്നു. മറ്റനേകം ആത്മാക്കൾ ചൈതന്യ നക്ഷത്രങ്ങളായി ഈ ജ്യോതിയുടെ ദേശത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ബാബ എന്നെ തൻ്റെ കിരണങ്ങളാകുന്ന ചിറകിനുള്ളിൽ സമാവേശമാക്കിയിരിക്കുന്നു. ഞാൻ അപാര പരമാത്മ സ്നേഹത്തെ അനുഭവം ചെയ്യുന്നു. ഇപ്പോൾ ബാബയെ കൂടാതെ
മറ്റൊരു സ്മൃതിയുമില്ല. സർവ്വതും നിർവാണ അവസ്ഥയിലായിരിക്കുന്നു. ഇപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ താഴേക്കിറങ്ങി വരികയാണ്. ഞാൻ ഡിവൈൻ സ്റ്റാർ വിശ്വത്തിൻ്റെ ആകാശത്തിൽ ചുറ്റിക്കറങ്ങി മുഴുവൻ വിശ്വത്തിലും പരമാത്മശക്തിയുടെ കിരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. സാകാര സൃഷ്ടിയിലെത്തി ഭൃഗുടി സിംഹാസനത്തിൽ വിരാജമാനായി എൻ്റെ ഡിവൈൻ ലൈറ്റ് 4 ഭാഗത്തും പ്രസരിപ്പിക്കുന്നു. ഞാൻ സംഗമയുഗത്തിലാണ്. ഈ പഴയ ലോകത്തോടുള്ള ബന്ധത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. ഈ പഴയ ലോകം ഇപ്പോൾ നശിക്കാനുള്ളതാണ്. ഞാൻ അമരലോകത്തേക്ക് വേണ്ടി മൃത്യുലോകത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സംഗമയുഗത്തിൽ തോണിയിൽ യാത്ര ചെയ്യുകയാണ്. യോഗബലത്തിലൂടെ ബാബ വന്ന് നിർദ്ദേശം നൽകുന്നു. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഇവിടെ കർമ്മബന്ധനമാണ്, സത്യയുഗത്തിൽ കർമ്മസംബന്ധവും. ഞാനിപ്പോൾ ബ്രാഹ്മണ സംബന്ധത്തിലാണ്, പിന്നീട് ദൈവിക സംബന്ധത്തിലേക്ക് വരും. ഈ ഗുപ്തമായ യാത്ര ബാബയാണ് പഠിപ്പിച്ചു തരുന്നത്. ഞാൻ ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് പവിത്രമായി മാറി ചക്രത്തെ മനസ്സിലാക്കി ചക്രവർത്തിയായിത്തീരുന്നു. ജ്ഞാനസാഗര ഭഗവാൻ അമരപുരിയിലേക്കു വേണ്ടി ഒരേ ഒരു തവണ മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഈ സംഗമയുഗത്തിൽ എനിക്ക് വഴികാട്ടിത്തരുന്ന അച്ഛന് ലഭിച്ചു. ഞാനും വഴികാട്ടിയാകുന്നു. ഇത് ആത്മീയ യാത്രയുടെ വഴിയാണ്. തോട്ടക്കാരനായ ബാബ വന്ന് കുട്ടികളെ മുള്ളിൽ നിന്നും പുഷ്പമാക്കി മാറ്റുന്നു. ബാബ പതിത പാവനനുമാണ്, തോണിക്കാരനുമാണ്, തോട്ടക്കാരനുമാണ്. ഡ്രാമ അനുസരിച്ച് സമയമാകുമ്പോൾ വിനാശം നടക്കും. ബാബ വന്ന് പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുന്നു. ഞാൻ വീടിനെ ഓർമ്മിക്കുന്നു. അന്തിമ സങ്കല്പം പോലെ ഗതിയാകുന്നു. ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നു. ഞാൻ ഈ നാടകത്തിലെ അഭിനേതാവാണ്. ഒരു ശരീരം ഉപേക്ഷിക്കുമ്പോൾ മറ്റൊന്നിടത്ത് പാർട്ട് അഭിനയിക്കുന്നു. ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് പാവനമായി തീരുന്നു. പിന്നെ പവിത്രമായി പറന്നു പോകുന്നു. ഓർമ്മിച്ചു പാവനമായില്ലെങ്കിൽ ധർമ്മരാജപുരിയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പദവിയും ഭ്രഷ്ടമാകുന്നു. ഞാൻ ഒരിക്കലും ദേഹാഭിമാനത്തിലേക്ക് വരാതിരിക്കാൻ പുരുഷാർത്ഥം ചെയ്യുന്നു. മായയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. അന്ധന്മാരുടെ ഊന്നുവടിയാകണം. എപ്പോഴും
ശരിയായ കർമ്മം ചെയ്യണം. വ്യർത്ഥമായ സംഭാഷണത്തിൽ സമയം നഷ്ടപ്പെടുത്തില്ല. വീടിനെ ഓർമ്മിക്കുന്നതിനോടൊപ്പം ബാബയെ ഓർമ്മിക്കുന്നു. ഓർമ്മയുടെ ചാർട്ട് വെക്കുന്നു. ബാബ വരദാനം തന്നിരിക്കുന്നു. സത്യമായ സ്നേഹി സഹയോഗിയായി ഭവിക്കൂ. വിനയത്തിൻ്റെ കവചത്തിനുള്ളിൽ വ്യർത്ഥത്തിൻ്റെ രാവണനെ കത്തിക്കുന്നു. ആരെങ്കിലും ചീത്ത വിളിച്ചാലും ഞാൻ മഹാനാകുന്നു. ഏറ്റുമുട്ടുന്നവർക്ക് സ്നേഹത്തിൻ്റെ ജലം നൽകുന്നു. വിനയത്തിൻ്റെ കവചമണിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് എന്ന സങ്കല്പം ചെയ്ത് അഗ്നിയിൽ എണ്ണ ഒഴിക്കരുത്. എവിടെ വിനയമുണ്ടോ അവിടെ സ്നേഹവും സഹയോഗവും അവശ്യമുണ്ടായിരിക്കും. എൻ്റേതെന്നുള്ള അനേകം പരിധിയുള്ള ഭാവനകളെ ഒരു എൻ്റെ ബാബയിൽ ലയിപ്പിക്കുന്നു. ഓം ശാന്തി.